ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം, മന്ത്രം 14. ത്രിഭുവന സീമ കടന്നു തിങ്ങി വിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന് ഉപനിഷദോക്തി രഹസ്യം ഓർത്തിടേണം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 13. 3 ലോകങ്ങളുടെ അതിരുകൾക്കപ്പുറത്ത് പോയി എങ്ങും തിങ്ങി വിങ്ങുന്നതായ ത്രിപുടി ഇല്ലാതായി അതിനപ്പുറം പ്രകാശിക്കുന്നതായ ആത്മദീപം യമനം പുറമേ മാത്രം കാണിക്കുന്ന മിഥ്യാചാരന്മാർക്ക് കരസ്ഥമാവുകയില്ല എന്നുള്ളതാണ് ഉപനിഷത്തുകളിൽ നൽകിയിട്ടുള്ള ജ്ഞാനോപദേശങ്ങളുടെ രഹസ്യം എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ അനുഭവങ്ങൾക്ക് 3 അതിർത്തികൾ കൽപ്പിക്കാം. 1. ഉണർന്നിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ലോകമാണ്. ഈ അവസ്ഥയെ ജാഗ്രത അവസ്ഥ എന്നാണ് പറയുക. ഇന്ദ്രിയങ്ങളും പ്രപഞ്ചവും തമ്മിൽ ബന്ധപ്പെട്ട് ഈ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു. 2ാമത്തെ അവസ്ഥ സ്വപ്നമാണ്. സ്വപ്നം കാണുന്ന സമയത്ത് ഇന്ദ്രിയങ്ങൾ പ്രവർത്തന നിരതമല്ല, എന്നാൽ നല്ല ഉറക്കവുമല്ല. സ്വപ്നം കാണുന്ന ആളുടെ ഉള്ളിലെ പൂർവസ്മരണകളാണ് സ്വപ്നങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3ാമത്തെ അവസ്ഥയെ സുഷുപ്തി എന്നു പറയും, അതായത് ഉറക്കം. ഉറക്കത്തിൽ ഒന്നും തന്നെ അറിയുകയില്ല, എന്നാൽ ഉറക്കത്തിൽ നിന്നും ഉണർന്നാൽ നല്ല സുഖമായി ഉറങ്ങി എന്ന തോന്നൽ ഉണ്ടാകും. ഉണർന്നതിനു ശേഷമേ അങ്ങനെയുള്ള അറിവുണ്ടാകുന്നുള്ളൂ. ഉറങ്ങുന്ന സമയത്ത് ഞാൻ സുഖമായി ഉറങ്ങുന്നു എന്ന് ആരും അറിയുന്നില്ല. ഇത്രയും അനുഭവങ്ങൾ നമുക്കെല്ലാം പരിചിതമാണ്. എന്നാൽ ഒരു ജ്ഞാനിയുടെ ബോധം ഈ 3 ലോകങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു അനുഭവത്തിലാണ്. ആ ബോധത്തെ തുര്യബോധം എന്നാണ് ഉപനിഷത്തിൽ പറയുക. ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം എന്ന് തൃപ്പാദങ്ങൾ വിളിക്കുന്നത് തുര്യബോധത്തെയാണ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.